ലോകത്ത് ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരിക്കും. എന്നാൽ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ കെൽപ്പുള്ള തിരഞ്ഞെടുപ്പുകളുടെ ഒരു ഘോഷയാത്ര തന്നെ പുതിയ വർഷത്തിൽ എത്തുന്നുണ്ട്. അമേരിക്കയിൽ ട്രംപ് തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിന് വരുന്ന വർഷം തന്നെ ഉത്തരം കിട്ടും. റഷ്യയിൽ പുടിൻ തന്നെയാണോ എന്നതിനും പാകിസ്ഥാനിൽ എന്ത് സംഭവിക്കുമെന്നും ഈ വർഷം അറിയാം. 2024 ആദ്യ തിരഞ്ഞെടുപ്പ് ജനുവരിയിൽ ബംഗ്ലാദേശിലാണ് നടക്കുന്നത്. അവസാന തിരഞ്ഞെടുപ്പ് നവംബറിൽ അമേരിക്കയിലും. തായ്വാൻ, ഇന്തോനേഷ്യ, ഇറാൻ, മെക്സിക്കോ, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക, പോർച്ചുഗൽ, ജോർജിയ, ഓസ്ട്രിയ, അൾജീരിയ, ദക്ഷിണ കൊറിയ, വെനസ്വേല തുടങ്ങി 2024 തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന രാജ്യങ്ങളുടെ വലിയ നിര തന്നെ എത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധം, യുക്രൈൻ റഷ്യ യുദ്ധം, പണപ്പെരുപ്പം, കോവിഡിന് ശേഷമുള്ള മാറിയ സാമ്പത്തിക രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ തുടങ്ങി നിരവധി വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്ന ലോകത്തിന് ഈ തിരഞ്ഞെടുപ്പുകൾ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിലെയും റഷ്യയിലെയും അമേരിക്കയിലെയും തിരഞ്ഞെടുപ്പുകൾ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തിനും നിർണായകമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതും താൻ അധികാരത്തിലേറുമെന്ന പ്രതീതി സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട്. സെമി ഫൈനലായി വിലയിരുത്തിയ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞത് ബിജെപിക്ക് ആത്മവിശ്വാസവും കൂട്ടിയിട്ടുണ്ട്. ജനുവരിയിൽ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ നടത്തി മോദി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. മൃഗീയ ഭൂരിപക്ഷത്തിൽ മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ നയതന്ത്ര പോളിസികളിൽ അടക്കം വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. 2 ടേമുകളിലും പുറത്തെടുക്കാതിരുന്ന ഹിന്ദുത്വതയുടെ പൂർണ്ണരൂപം ബിജെപി പുറത്തെടുത്തേക്കാമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. ഭരണത്തിൽ RSS ഇടപെടലുകളും വർദ്ധിച്ചേക്കാമെന്നും പറയുന്നു. ഇത് മുന്നിൽ കണ്ടുള്ള പ്രതിരോധ നീക്കമാണ് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നത്. എന്നാൽ ബിജെപിയെ നേരിടാൻ രൂപീകരിച്ച ഇന്ത്യ സഖ്യം ഇതുവരെയും താളം കണ്ടെത്തിയിട്ടില്ല. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് തിരിച്ചുവരവിനുള്ള എല്ലാ ശ്രമങ്ങളിലും ദയനീയമായി പരാജയപ്പെടുന്ന സാഹചര്യമാണ് കണ്ടത്. 2024 കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടമായ വർഷവും കൂടിയായിരിക്കും. ഇനി ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലേക്ക് എത്തിയാൽ, രാഷ്ട്രീയ അനിശ്ചിതത്വം തുടർച്ചയായ പാകിസ്ഥാനിൽ ഫെബ്രുവരി 8-നാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അഴിമതി കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയും മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്നിവർ തമ്മിലാണ് പ്രധാന ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഇമ്രാൻഖാന്റെ പ്രധാനമന്ത്രി പദം തെറിപ്പിക്കുകയും ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായതിനു പിന്നാലെ അറസ്റ്റ് ഭയന്ന് വിദേശത്തായിരുന്ന നവാസ് ഷെരീഫ് പാകിസ്ഥാനിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നവാസും സഹോദരൻ ഷഹബാസും ചേർന്നാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാനിൽ തിരഞ്ഞെടുപ്പിൽ സൈന്യത്തിന്റെ നിലപാടും നിർണായകമാണ്. ലോകം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് അമേരിക്കയിലേത്. ജോ ബൈഡൻ അമേരിക്കയിൽ പ്രസിഡന്റായി തുടരുമോ എന്ന് നവംബറിൽ തീരുമാനമാകും. അധികാരത്തിലേറിയ സമയത്തെ ജനപിന്തുണ ബൈഡന് ഇപ്പോൾ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ജോ ബൈഡന്റെ ഭരണം അത്ര മികച്ചതല്ലെന്ന് ഡെമോക്രാറ്റുകളുടെ ഇടയിൽ തന്നെ വിമർശനമുണ്ട്. ഇംപീച്ച്മെന്റ് ഭീഷണി അടക്കം നേരിടുന്ന ബൈഡന് എതിരെ യുക്രൈൻ ഗാസ യുദ്ധങ്ങളിലെ ഇടപെടലുകളിലും വിമർശനമുണ്ട്. ശതകോടീശ്വരനായ ഡീൻ ഫിലിപ്പും ജനപ്രിയ എഴുത്തുകാരി മരിയ വില്യംസണുമാണ് നിലവിൽ ബൈഡനൊപ്പം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാകാനുള്ള മത്സരത്തിലുള്ളത്. ഉയർന്ന നാണ്യപ്പെരുപ്പവും പലിശ നിരക്കും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നുണ്ട്. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2ാം അംഗത്തിന് കോപ്പുകൂട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നാമനിർദ്ദേശത്തിനായുള്ള മത്സരത്തിൽ 6 പേർ രംഗത്തുണ്ടെങ്കിലും ട്രംപാണ് നിലവിൽ മുന്നിലുള്ളത്. വിവിധ കേസുകൾക്ക് പിന്നാലെ പായുന്ന ട്രംപ് സംവാദങ്ങളിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പിന്തുണ ഏറിവരികയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ് ആണ് 2ാം സ്ഥാനത്തുള്ളത്. ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമി ആദ്യഘട്ടത്തിലെ മുന്നേറ്റത്തിന് ശേഷം പിന്നിലേക്ക് പോയതായും കാണുന്നുണ്ട്. അധികാരത്തിലെത്തിയാൽ കഴിഞ്ഞ തവണത്തെ തോൽവിക്ക് രാഷ്ട്രീയ പകവീട്ടലുണ്ടാകും എന്ന് ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആദ്യ ടൈമിനേക്കാൾ വിനാശകരമായ അഭയാർത്ഥി കുടിയേറ്റ നയങ്ങളാണ് 2ാം വരവിൽ ട്രംപ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നുണ്ട്. ഇനി റഷ്യയിലേക്ക് വന്നാൽ 5ാം ടൈമിന് ഒരുങ്ങുകയാണ് വ്ളാഡിമിർ പുടിൻ. മാർച്ചിലാണ് റഷ്യയിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. യുക്രൈൻ യുദ്ധത്തിൽ തിരിച്ചടി നേരിട്ടില്ലെന്ന് അവകാശപ്പെടുമ്പോഴും യുദ്ധമുഖത്ത് റഷ്യൻ സൈനികർ നേരിടുന്ന പ്രതിസന്ധികളും വാഗ്നർ ഗ്രൂപ്പിന്റെ അട്ടിമറി ശ്രമവും പുടിന്റെ ഇമേജ് തകർത്തിട്ടുണ്ട്. റഷ്യയിൽ ജനാധിപത്യ പ്രക്ഷോഭങ്ങളും ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്.
2036 വരെ ഭരണത്തിൽ തുടരാനുള്ള ഭരണഘടനാ ഭേദഗതി പുടിൻ നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രസിഡന്റിന്റെ അധികാരം കുറച്ച് പാർലമെന്റിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതാണ് 2020 ഭരണഘടനാ ഭേദഗതി. എന്നാൽ 2024 പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയാകാനുള്ള നീക്കം പുടിൻ നടത്തുന്നുമുണ്ട്. മുൻപും പുടിൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. 1999 ആഗസ്റ്റ് മുതൽ 2000 മെയ് വരെ പ്രധാനമന്ത്രിയായിരുന്നു പുടിൻ. പിന്നീട് 2000 മെയ് മുതൽ 2008 വരെ പ്രസിഡന്റ് ആവുകയും ചെയ്തു. 2008 മെയ് മുതൽ 2012 വരെ വീണ്ടും പ്രധാനമന്ത്രിയായി. 2012 മെയ് മുതൽ പ്രസിഡന്റ് ആവുകയും ചെയ്തു. തുടർന്ന് 2018 മാർച്ചിൽ 6 വർഷത്തേക്ക് അദ്ദേഹം വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഇനി ഏറെ ശ്രദ്ധേയമായ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് എത്തിയാൽ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലേക്കും 2024 തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 27 അംഗരാജ്യങ്ങളിലെ ജനങ്ങളാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത്. നെതർലാൻഡ്സിൽ തീവ്ര മുസ്ലിം യൂറോപ്യൻ യൂണിയൻ വിരുദ്ധർ ഗീർട്ട് വെൽഡേഴ്സ് അധികാരത്തിലേറിയതും ഇറ്റാലിയൻ തീവ്ര വലതു നേതാവ് ജോർജിയ മെലോനി അധികാരത്തിലേറിയതും യൂറോപ്യൻ യൂണിയൻ തിരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കാൻ സാധ്യതയുണ്ട്. ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിലിലേക്കും 2024 തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. UN രക്ഷാസമിതിയിലെ 5 സ്ഥിരമല്ലാത്ത സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ്. ആഫ്രിക്ക, ഏഷ്യ പസഫിക്, ലാറ്റിൻ അമേരിക്ക ആൻഡ് കരീബിയ, വെസ്റ്റേൺ യൂറോപ്പ് രാജ്യങ്ങൾക്ക് മാറ്റിവെച്ചിരിക്കുന്ന സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം പുടിനും നിർണായകമാണ് ഈ തിരഞ്ഞെടുപ്പ്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. 6ാം തവണയാണ് പുടിൻ അധികാരത്തിലേക്ക് വരുന്നത്. പുടിൻ തന്നെ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ഇനി 2 തവണ കൂടി അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിക്കും. നിലവിലെ സാഹചര്യത്തിൽ പുടിന്റെ വിജയം ഉറപ്പാണെന്നാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ വിമർശകർ ജയിലിലോ രാജ്യത്തിനു പുറത്തോ ആണ് നിലവിലുള്ളത്. പ്രതിപക്ഷ നേതാവായിരുന്ന അലക്സി നവൽവാനിയെ ജയിലിലടച്ചിരിക്കുകയാണ്. സ്വതന്ത്ര മാധ്യമങ്ങളും ഇവിടെ ഇല്ലാത്തതും വളരെ പ്രത്യേകതയുള്ളതാണ്. പുടിനെ ആര് എതിർക്കുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. മുൻ പാർലമെന്റ് അംഗം ബോറിസ് നദേഷ്ദിൻ, മാധ്യമപ്രവർത്തകനും അഭിഭാഷകനുമായ യെക്കറ്റെരിന ഡൻസോവ എന്നിവരും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർലമെന്റായ ഡ്യൂമയിൽ പ്രാതിനിധ്യമുള്ള 5 രാഷ്ട്രീയ പാർട്ടികളിൽ ഏതെങ്കിലും ഇവരെ പിന്തുണച്ചാൽ മാത്രമേ ഇവർക്ക് വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ളൂ. കഴിഞ്ഞ തവണത്തേതുപോലെ 3 ദിവസത്തെ വോട്ടെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. 11 കോടി വോട്ടർമാരാണുള്ളത്. 2018 67.5% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ പുടിൻ 5.6 കോടി വോട്ട് നേടിയതായും പറയുന്നു. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന പാവേൽ ഗ്രൂഡിനിൻ 11.8% വോട്ട് നേടി രണ്ടാമതെത്തുകയും ചെയ്തിരുന്നതാണ്. റഷ്യയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകനും പ്രതിപക്ഷ നേതാവുമായ അലക്സി നവാൽനിയെ ജയിലിൽ നിന്ന് കാണാതായത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. തീവ്രവാദ കുറ്റമടക്കം ചുമത്തി വിവിധ കേസുകളിൽ 30 വർഷത്തിലേറെ തടവിന് ശിക്ഷിക്കപ്പെട്ട നൽവാനി മോസ്കോയിലേക്ക് കീഴിലുള്ള വ്ളാഡിമിറിന്റെ അതിസുരക്ഷാ ജയിലിലാണ് കഴിഞ്ഞിരുന്നത്. 2 ആഴ്ചയായി അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്ന് അനുയായികൾ പറയുന്നുണ്ട്. ജയിലിൽ നിന്ന് എവിടേക്കാണ് അദ്ദേഹത്തെ മാറ്റിയതെന്നും ദുരൂഹമായി തുടരുകയാണ്. ജീവന് ഭീഷണിയുണ്ടെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകനും പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ തന്റെ പ്രധാന എതിരാളിയായ നൽവാനിയെ നിശബ്ദനാക്കാൻ പുടിൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. 2020 വധശ്രമം നേരിട്ട 47-കാരനായ നൽവാനി 2021 മുതൽ വഞ്ചനാക്കുറ്റത്തിൽ 11 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു വരികയാണ്. ഇതിനിടെ കഴിഞ്ഞ ഏപ്രിലാണ് തീവ്രവാദ സംഘങ്ങൾക്ക് ധനസഹായം നൽകിയെന്നാരോപിച്ച് 19 വർഷത്തെ അധിക തടവ് കൂടി അദ്ദേഹത്തിന് വിധിച്ചിരുന്നത്.